പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്രേ എന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഫെയ്ത്ത് വിത്തൗട്ട് ഡീഡ്സ് ഈസ് ഡെഡ്. പിന്നെ എന്താണ് കർത്താവിൽ നല്ല പ്രവൃത്തി? പിന്നെ കർത്താവിൽ എന്താണ് നല്ല പ്രവൃത്തി? നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തി എന്തായിരിക്കും? സങ്കടപ്പെടുന്നവന്റെ കൂടെ സങ്കടപ്പെടുന്നതിന്റെ പേരാണ് നല്ല പ്രവൃത്തി. തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ലാതെ കൊടുക്കുന്നതിന്റെ പേരാണ് നല്ല പ്രവൃത്തി. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീരുന്നതാണ് നല്ല പ്രവൃത്തി. നീതി നിഷേധിക്കപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്നതാണ് നല്ല പ്രവൃത്തി. കരയുന്നവന്റെ കൂടെ കരയുകയും അവനെ അവൾക്ക് ആശ്വാസമായി തീരുകയും ചെയ്യുന്നതിന്റെ പേരാണ് നല്ല പ്രവൃത്തി. ആരുമില്ലാത്തവരുടെ ആരെങ്കിലുമൊക്കെ ആയിത്തീരുന്നതിന്റെ പേരാണ് നല്ല പ്രവൃത്തി. കഴിഞ്ഞൊരു വർഷക്കാലം നമ്മളിൽ നിന്ന് കടന്നു പോവുകയും ഈ വിധം നാം പ്രവർത്തിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടത്. കർത്താവിൽ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് പലപ്പോഴും പള്ളിക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് നമുക്ക് മേന്മ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഫെയിം വർദ്ധിക്കുന്ന ഇടത്തല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സങ്കടപ്പെടുന്നവന്റെ കൂടെ സങ്കടപ്പെടുകയും തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ലാതെ കൊടുക്കുകയും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീരുകയും നീതി നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളിൽ അവർക്ക് കൂട്ടായി നിൽക്കുന്നതും കരയുന്നവന്റെ കൂടെ കരയുകയും ആരുമില്ലാത്തവന്റെ കൂടെ ആരൊക്കെയോ ആയിത്തീരുന്നതിന്റെയും പേരാണ് നല്ല പ്രവൃത്തി. കർത്താവിൽ നല്ല പ്രവൃത്തി. നമ്മുടെ ഈ കൂടിവരവുകളും നമ്മളുടെ ആരാധനയും നമ്മുടെ വചന ശുശ്രൂഷയും ഒക്കെ ഇത്തരത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.